പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കിന്ന് പച്ചമാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന തരത്തിലുള്ള നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ഒരു മാങ്ങയുടെ സീസണിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഈ മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. ആ ഒരു കാരണം ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം, അല്ലെങ്കിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് വേണ്ടത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതും പച്ചമാങ്ങയാണ്. കൂടാതെ നമുക്ക് പഞ്ചസാരയും വേണം, അതുപോലെ തന്നെ ചെറുനാരങ്ങയും മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മാങ്ങ ഞാനൊരു 6 എടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം ഒന്ന് മൂത്ത മാങ്ങയാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കൂടാതെ ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുറി നാരങ്ങയുടെ നീരും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സിയിൽ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ നമുക്കിത് കുറുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് അടിച്ചു വെച്ച മാങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ മധുരം വേണ്ടത് അത് നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുക്കി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. പിന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഒന്നുകൂടി നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇത് ലൂസായതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കി ജാമിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 25 to 30 മിനിറ്റ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എങ്കിലും നമ്മുടെ ജാമ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് റെഡി ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജാമൊന്ന് ആക്കി കൊടുക്കാം. ഇതൊന്ന് ചെരിച്ചൊന്ന് നോക്കാം. നമ്മൾ ഇട്ടിട്ടുള്ള ജാമ് താഴേക്ക് ഒഴിച്ചു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമ് റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഒഴിച്ചു പോകുന്നില്ല, നമ്മൾ ആ ഇട്ട പോലെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമ് റെഡിയായി. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം.
പിന്നെ ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക്. നിങ്ങൾക്ക് കളർ ഒരു ഗ്രീൻ കളർ തന്നെ ഇതിന് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 2-3 ഡ്രോപ്സ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ആ ഒരു സെയിം കളർ തന്നെ മതി, അതിൻ്റെ പ്യുവർ കളർ തന്നെ മതി എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യാതിരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഈ ഒരു ജാമിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ പച്ചമാങ്ങ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, വീട്ടിൽ 3-4 ദിവസം മുമ്പ് നല്ല മഴയും കാറ്റും ഉണ്ടായി. കാറ്റിന് വീട്ടിലുള്ള തൊടിയിലുള്ള മാവ് അങ്ങനെ ഒന്ന് വീണ് പോയി. അപ്പോൾ ആ ഒരു മാവിലുള്ള മുഴുവൻ മാങ്ങയും വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ മാങ്ങ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനിയും മാങ്ങ വെച്ചിട്ട് പച്ചമാങ്ങ വെച്ചിട്ടുള്ള കൂടുതൽ റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോ റെസിപ്പി ഇടുന്നതിൻ്റെ ഇടയിലായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാം. പിന്നെ ഇത് മുഴുവനായിട്ട് വീണ് പോയിട്ടോ, ഈ ഒരു കൊമ്പ് മുഴുവനായിട്ട് പോയി. അപ്പം ഇതിൽ കൊമ്പിലൊക്കെ ഒരുപാട് മാങ്ങയുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ ഒരു ഫോട്ടോയിൽ അത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിൽ ഒരുപാട് മാങ്ങ വീണ് കിടക്കുന്നുണ്ട്, അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഉമ്മയും മക്കളും ഒക്കെ വന്നിട്ട് പെറുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.